മാർക്ക് ഉണ്ടായിട്ടും കാര്യമില്ല. ഒരു 95 ആ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ മാർക്കിൽ കുറവല്ലെങ്കിൽ മാർക്ക് കുറവല്ല, പൈസയ്ക്ക് കുറവല്ലെങ്കിൽ കോഴ്സിന് പോയിട്ട് കാര്യമുള്ളൂ നമുക്ക് സീറ്റ് കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോൾ 90ക്ക് ബിലോ കിട്ടുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, എല്ലായിടത്തും പൈസ കൊടുത്തിട്ട് തന്നെ കിട്ടണം. അപ്പോൾ സയൻസ് എടുത്താൽ മാർക്ക് കൂടും, കൊമേഴ്സ് എടുത്താൽ കൊമേഴ്സും ഹ്യൂമാനിറ്റീസിനും വില ഇല്ലാന്ന് പറഞ്ഞിട്ട് ആരും എടുക്കാൻ നിൽക്കരുത്. നിങ്ങളെ കഴിവിനനുസരിച്ച് പോവാം. സയൻസ് എടുത്തെങ്കിൽ സയൻസ് ആണോ എന്ന് ചോദിച്ചിട്ട് അവർ നിങ്ങൾക്ക് മാർക്കൊന്നും കൂട്ടി തരാൻ പോകുന്നില്ല. ഹ്യൂമാനിറ്റീസിലാണ് കഴിവെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ്. പിന്നെ സയൻസ് എടുക്കാനുള്ളൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ 10 വരെ ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എനിക്കങ്ങനെ വലിയൊരു ഒരു പ്രൗഡ് മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. 10 ഫുൾ A+ കിട്ടിയപ്പോൾ ഭയങ്കര പ്രൗഡായിരുന്നു ഞാൻ. എല്ലാവരും വന്നിങ്ങനെ കൺഗ്രാറ്റ്സ് ചെയ്യുന്നു, സമ്മാനം വാങ്ങിത്തരുന്നു. എനിക്കതെങ്ങനെ ഇഷ്ടപ്പെട്ടു. പിന്നെ സയൻസ് സ്റ്റുഡൻസ് പണ്ടേ ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, എല്ലാവർക്കും പഠിപ്പിക്കുന്നുള്ളൊരു ഇതുണ്ടാവല്ലോ. അപ്പം ഞാൻ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സയൻസ് എടുത്തത്. അപ്പോൾ ഇമ്മാതിരി സാധനങ്ങൾക്കൊന്നും ആരും സയൻസ് എടുക്കാൻ നിൽക്കണ്ട. സയൻസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏത് മാങ്ങാത്തോലി എടുത്താലും നിങ്ങൾക്ക് 95-ൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു 10 കൊല്ലം പഠിച്ചതിന് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾക്ക് ഏതിലാണ് കഴിവ്, എങ്ങനെയാണ് പഠിക്കാൻ കഴിയുക, എത്ര നേരം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ കഴിവിനനുസരിച്ച് കോഴ്സ് എടുക്കുക. അപ്പോൾ നിങ്ങളെക്കൊണ്ടൊരു 90 എബോവ് മാർക്ക് ഏത് കോഴ്സിലാണ് കിട്ടുക നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു കോഴ്സിനെ പോയി എടുക്കുക. പിന്നെ അന്നന്ന് എടുക്കണം, അന്നന്ന് പഠിക്കുക. പിന്നെ തള്ള വൈബൊന്നുമല്ല, പക്ഷെ പറയണം, അന്നന്ന് എടുക്കണം, അന്നന്ന് പഠിക്കുക. അതേ വഴിയുള്ളൂ. ഓക്കെ.